Good evening, dear friends. Once again, welcome back to my channel. ഇക്കണോമിക്സിൻ്റെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കായി തീവ്രമായി പഠിച്ചൊരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു അവതരണമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വീഡിയോ സീരീസിൻ്റെ 15ാമത്തെ സീരീസാണിത്. ഇതിൽ ഇക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 1ാമത്തെ പോർഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുപരീക്ഷ വളരെ നന്നായിട്ടും ലളിതമായും കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നതിന് നിങ്ങളെ ഈ വീഡിയോ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം മുഴുവൻ മാർക്കും വാങ്ങുന്നതിനും അഥവാ A+ വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഇതിൽ നിന്നും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുമ്പായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഒപ്പം കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ചാപ്റ്റർ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൽ മീൻ, മീഡിയൻ, മോഡ് എന്നിവയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1ാമത്തെ വീഡിയോ ക്ലാസ്സിലെ പാർട്ട് 1 ആണിത്. ഇത് തന്നെ ഇതിൽ മീന് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പൊതുപരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് മനസ്സിലാക്കി ചെയ്യുന്നതിന് ഇത് സഹായകമാകും. ചാപ്റ്ററിൻ്റെ സമ്മറിയും ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. പാഠഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വാട്ട് യു മീൻ ബൈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആൻ ആവറേജ്? എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജ് എന്ന് പറയുന്നത്? സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മധ്യഭാഗത്തേക്ക് വരാനുള്ള ഒരു പ്രവണത എന്ന് വിശേഷിപ്പിക്കാം. അഥവാ ആവറേജ് എന്ന് വേണേ പറയാം. ആവറേജ് എന്നാൽ ശരാശരി, കുറെ സംഖ്യകളുടെ മധ്യഭാഗത്തെ സംഖ്യ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ആവറേജ് ഈസ് എ വാല്യൂ വിച്ച് ഈസ് ടിപ്പിക്കൽ ഓഫ് a representative of a set of data. ആവറേജ് എന്നത് ഒരു കൂട്ടം സംഖ്യകളുടെ, ഒരു കൂട്ടം വിവരങ്ങളുടെ ഒരു പ്രതിനിധിയായി ഉപയോഗിക്കാവുന്ന ഭാഗമാണ്. സിംഗിൾ വാല്യൂ ക്യാൻ റെപ്രസെന്റ് ഇത് എൻറ്റയർ വാല്യൂ. മുഴുവൻ വാല്യൂവിനെയും മുഴുവൻ മൂല്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഒറ്റ വാല്യൂ സിംഗിൾ വാല്യൂ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജ് എന്ന് വിശേഷിപ്പിക്കാവുന്നത്. ആവറേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ആവറേജ്. ഒരു നല്ല ആവറേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1, ക്ലിയർലി ഡിഫൈൻഡ്, വ്യക്തമായിട്ട് നിർവചിച്ചിരിക്കണം. 2, സിമ്പിൾ ആൻഡ് ഈസി ടു ഇന്റർപ്രറ്റ്, ലളിതമായും എളുപ്പത്തിലും ഇന്റർപ്രറ്റ് ചെയ്യാൻ വിശകലനം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. 3ാമത്തത് പ്രസന്റ് ന്യൂമറിക്കലി, നമ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. 4, ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ്, എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്തായിരിക്കണം ഈ ആവറേജ് കണ്ടെത്തുന്നത്. അതായത് ഏത് സീരീസിൽ നിന്നാണോ നമ്മൾ ആവറേജ് കാണുന്നത് ആ സീരീസിലെ എല്ലാ നമ്പറിനെയും കൺസിഡർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 5ാമത് പറയുന്നു നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്, എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 5 പോയിന്റ് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കണം. ആവറേജ് എന്താണെന്നുള്ള കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത് നന്നായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ആവറേജ്. ആവറേജുകളെ പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. 1, പൊസിഷണൽ ആവറേജ്. 2, മാത്തമാറ്റിക്കൽ ആവറേജ്. 3ാമത്തത് അതർ ആവറേജസ്. അപ്പോൾ പൊസിഷണൽ ആവറേജുകൾ ഏതൊക്കെയാണ്? മീഡിയനും മോഡും പൊസിഷണൽ ആവറേജുകളാണ്.
മീഡിയനും മോഡും പൊസിഷണൽ ആവറേജ് ആണ്. സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന, പൊസിഷൻ കണ്ടെത്താൻ സഹായിക്കുന്ന ആവറേജുകൾ മീഡിയനും മോഡും. മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീന്, ജിയോമെട്രിക് മീന്, ഹാർമോണിക് മീന് എന്നിവയാണ് മാത്തമാറ്റിക്കൽ ആവറേജുകൾ. അതർ ടൈപ്പ് ഓഫ് ആവറേജ്, മറ്റ് ആവറേജുകൾ എന്ന് പറയുന്നത് ഒന്ന് കോമ്പോസിറ്റ് ആവറേജ്, രണ്ട് മൂവിങ് ആവറേജ്, മൂന്ന് പ്രോഗ്രസീവ് ആവറേജ്. ഈ 3 ആവറേജുകളാണ് മറ്റ് ആവറേജുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആവറേജുകളെ പ്രധാനമായും 3ആയിട്ട് തിരിച്ചു. നമുക്ക് വേണ്ടവ ഏതൊക്കെ? മീൻ, മീഡിയൻ, മോഡ്. അവയാണ് കൂടുതലായും നാം ഉപയോഗിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇനി അരിത്തമെറ്റിക് മീനിനെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാറുണ്ട്. അരിത്തമെറ്റിക് മീൻ, ഇതിൽ നമ്മൾ ഒന്നാമതായി പഠിക്കുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീനിനെ നമ്മൾ പ്രധാനമായും 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ, രണ്ട് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോളോയിങ് സീരീസ്. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റഡ് ഇൻ ദ ഫോളോയിങ് സീരീസ്. 2 സീരീസുകളായിട്ടാണ്. അൺഗ്രൂപ്ഡ് ഡാറ്റ ആൻഡ് ഗ്രൂപ്ഡ് ഡാറ്റ. അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിനെയാണ് സാധാരണ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയുമാണ് ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് എന്ന് 3 വിഭാഗം സീരീസുകളാണുള്ളത്. ഈ 3-ലെ ഇൻഡിവിജ്വൽ സീരീസിനെ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് വിളിക്കുന്നു. ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയും ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനിയും ഇൻഡിവിജ്വൽ സീരീസ് അഥവാ അൺഗ്രൂപ്ഡ് ഡാറ്റ, അതിലെ 3 മെത്തേഡുകളാണ് അരിത്തമെറ്റിക് മീൻ കാണാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് അരിത്തമെറ്റിക് മീൻ കാണാൻ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ്, എക്സ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ സീരീസ് ആണ് എക്സ്. എക്സ് ഡിവൈഡഡ് ബൈ എൻ, സിഗ്മ എക്സ്. ഈ തന്നിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ സീരീസ് ആയ എക്സുകളെയും നമ്മൾ ടോട്ടൽ ചെയ്യുക, എക്സുകളുടെ എല്ലാം ടോട്ടൽ എടുക്കുക. അതാണ് സിഗ്മ എക്സ്. തന്നിരിക്കുന്ന നമ്പറുകളുടെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുന്നു. എന്നിട്ട് എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് നോക്കി ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കിട്ടും. തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുക, എന്നിട്ട് ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ ലഭിക്കും. രണ്ടാമതായി പറയുന്നു അസ്യൂംഡ് മീൻ അഥവാ ഷോർട്ട് കട്ട് മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് അഥവാ ഷോർട്ട് കട്ട് മെത്തേഡ്. ആ മെത്തേഡ് അനുസരിച്ച് അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ വലിയ സംഖ്യകളാണെങ്കിൽ കാൽക്കുലേഷൻ, മൾട്ടിപ്ലിക്കേഷൻ വലിയ നമ്പറുകളായി മാറ്റപ്പെടുന്നത് കൊണ്ട് അതിനെ ഇച്ചിരിയൂടെ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇല്ലേ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എക്സിൽ നിന്ന് ഏകദേശം മധ്യഭാഗത്ത് വരുന്ന ഒരു നമ്പറിനെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുകയാണ്, ഊഹിക്കുകയാണ്. ഇത് മീനാണെന്ന് ഊഹിക്കുകയാണ്. ദാറ്റ് ഈസ് അസ്യൂംഡ് മീൻ. ഊഹിച്ചതിന് ശേഷം അതിനെ മറ്റ് എക്സുകളിൽ നിന്നും എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ആ ഡി എക്സിന്റെ ടോട്ടൽ എടുക്കണം, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്ന ആൻസറിന്റെ അസ്യൂംഡ് മീൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അതായത് അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മെത്തേഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് അനുസരിച്ച് അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ. എഫ് ഡി എക്സ് ഡാഷ്, ഇവിടെ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി തന്നിട്ടില്ല. ഈ ഇൻഡിവിജ്വൽ സീരീസിൽ ഫ്രീക്വൻസി കാണുകയില്ല. അതുകൊണ്ട് സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. ഡി എക്സ് ഡിവൈഡ് ഡി എക്സ് ഇവിടെ ഡാഷ് എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡാഷ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. നമുക്ക് ഇത് വെച്ചുള്ള പ്രോബ്ലങ്ങൾ കാണാം.
ഒന്നാമതായി ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുള്ള പ്രോബ്ലങ്ങളാണ് നമ്മൾ കാണുന്നത്. ദ മന്ത്ലി ഇൻകം ഓഫ് 6 ഫാമിലീസ് ആർ 1600, 1400, 1500, 1525, 1625, 1630. ഫൈൻഡ് ഔട്ട് ദ അരിത്മെറ്റിക് ആവറേജ്. 6 ഫാമിലിയുടെ ഒരു മാസത്തെ വരുമാനമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഫാമിലിയുടെ 1600, രണ്ടാമത്തെ ഫാമിലിയുടെ 1400, മൂന്നാമത്തെ ഫാമിലിയുടെ 1500, നാലാമത്തെ ഫാമിലിയുടെ 1525, അഞ്ചാമത്തെ ഫാമിലിയുടെ 1625, ആറാമത്തെ ഫാമിലിയുടെ 1630 മാസ വരുമാനം എങ്കിൽ അരിത്മെറ്റിക് മീൻ എങ്ങനെ കാണാം? അപ്പൊ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുന്നു. അരിത്മെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അരിത്മെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇനി സിഗ്മ എക്സ് കണ്ടെത്തണമെങ്കിൽ തന്നിരിക്കുന്ന ഈ ഇൻകങ്ങളെ എല്ലാം കൂടെ ആഡ് ചെയ്യണം. നമുക്ക് ശ്രദ്ധിക്കാം, സിഗ്മ എക്സ് ഒന്ന് കണ്ടെത്താം. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 1600 പ്ലസ് 1400 പ്ലസ് 1500 പ്ലസ് 1525 പ്ലസ് 1625 പ്ലസ് 1630 എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 9280. അരിത്മെറ്റിക് മീൻ കാണാൻ പറഞ്ഞിരിക്കുന്നത് സിഗ്മ എക്സിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് എത്ര ഫാമിലിയുടെയാണ്? 6 ഫാമിലിയുടെയാണ്. 1 2 3 4 5 6. അപ്പൊ അതുകൊണ്ട് 9280 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 1547. അതാണ് ശരിക്കുള്ള അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. മീനുകളിൽ ആവറേജുകളിൽ ഏറ്റവും നല്ല ആവറേജും അരിത്മെറ്റിക് മീനാണെന്നാണ് പറയുന്നത്. കാരണം എല്ലാ ഐറ്റത്തെയും കൺസിഡർ ചെയ്യുന്ന, എല്ലാ വാല്യൂവിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആവറേജ് കണ്ടെത്തുന്നത്. അതേസമയം മീഡിയനിലോ മോഡിലോ പൊസിഷണൽ ആവറേജ് ആയതിനാൽ എല്ലാ വാല്യൂവിനെയും അവർ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ മീനിൽ എല്ലാ വാല്യൂവിനെയും കൺസിഡർ ചെയ്യാൻ, ടോട്ടൽ ചെയ്യാൻ എല്ലാ വാല്യൂ എടുക്കും. എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ എണ്ണം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ആവറേജ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാം. അരിത്മെറ്റിക് മീൻ ആണ് ഏറ്റവും നല്ല ആവറേജ്, ഗുഡ് ആവറേജ് ഓഫ് ആവറേജസ്. ആവറേജുകളിലെ ഏറ്റവും നല്ല ആവറേജ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ ആണ്. നമുക്ക് രണ്ടാമത്തേതിലേക്ക് കിടക്കാം. മാർക്സ് ഒബ്ടൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ടെസ്റ്റ് ഇക്കണോമിക്സ്. എക്കണോമിക്സിന്റെ ഒരു ക്ലാസ് ടെസ്റ്റിന്റെ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ കാണാൻ 30, 40, 50, 15, 10, 60, 40. അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുന്നു. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. എന്നിട്ട് നമ്മൾ സിഗ്മ എക്സ് കണ്ടെത്തുന്നു. തന്നിരിക്കുന്ന നമ്പറുകളെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 30 പ്ലസ് 40 പ്ലസ് 50 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 60 പ്ലസ് 40 മൊത്തം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 245 എന്ന് കിട്ടും. ഇത് 7 നമ്പറുകളാണ് ഇവിടെ ഉള്ളത്. 1 2 3 4 5 6 7 7 നമ്പറുകളെയാണ് നമ്മളിവിടെ ടോട്ടൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ആകെ തുകയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35 എന്ന് നമുക്ക് ലഭിക്കും. അതാണ് ശരിക്കുമുള്ള ആവറേജ്. അടുത്ത മെത്തേഡിലേക്ക് കിടക്കാം. അസ്യൂംഡ് മീൻ മെത്തേഡ് അഥവാ ഷോർട്ട് കട്ട് മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡിനെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്കൊരു അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഒരു പ്രോബ്ലത്തിന്റെ അരിത്മെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ അരിത്മെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു a plus sigma dx by n. a plus sigma dx by n. The following data shows the daily wages of 5 workers in a factory. Find out their arithmetic mean by using assumed mean method. 5 വർക്കേഴ്സിന്റെ ഒരു ദിവസത്തെ കൂലിയാണ് തന്നിരിക്കുന്നത്. അത് അസ്യൂംഡ് മീൻ മെത്തേഡ് അനുസരിച്ച് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. വർക്കേഴ്സ് എ ബി സി ഡി ഇ 5 വർക്കേഴ്സ് ആണ്. അവരുടെ ഡെയിലി വേജസ് എയുടെ 35, ബിയുടെ 40, സിയുടെ 45, ഡിയുടെ 50, ഇയുടെ 85. എങ്കിൽ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡിലൂടെ നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ കോളങ്ങൾ വരയ്ക്കുന്നു. വർക്കേഴ്സ് ഡെയിലി ഇൻകം ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു കോളങ്ങൾ. ഈ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് കൂടാതെ ഡി എക്സ് എന്നൊരു കോളം കൂടെ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ വർക്കേഴ്സ് എ ബി സി ഡി താഴേക്ക് എഴുതുന്നു. അവരുടെ എമൗണ്ടുകൾ 35, 40, 45, 50, 55. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന അവരുടെ ഇൻകത്തിൽ നിന്ന്, അതായത് എക്സിൽ നിന്ന്
ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. എക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. ഏകദേശം മധ്യഭാഗത്തുള്ള ഒരു നമ്പറാണ് നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനാണ് ഏകദേശം മധ്യഭാഗത്തുള്ള ഒരു നമ്പർ എടുത്തത്. അപ്പോൾ നമ്മൾ ഏകദേശം മധ്യഭാഗം എന്ന് പറയുന്നത് ഏകദേശം 5 നമ്പറുകളെ ഉള്ളതുകൊണ്ട് കറക്റ്റ് മൂന്നാമത്തെ നമ്പറും എടുത്തു. 45 എന്നുള്ള നമ്പറാണ് അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. അതിനൊരു കുഴപ്പമില്ല. ഈ 35 എടുക്കാമായിരുന്നു, 40 എടുക്കാമായിരുന്നു, 50 എടുക്കാമായിരുന്നു, 55 എടുക്കാമായിരുന്നു. പക്ഷെ ഏറ്റവും നന്നായിട്ട് മധ്യഭാഗത്തുള്ള ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സഹായകമാകും. അതുകൊണ്ട് നമ്മൾ മധ്യഭാഗത്തെ നമ്പർ തന്നെയാണ് എടുത്തത്, 45. അപ്പൊ ഇനിയും അടുത്ത ഡി എക്സ് കാണാൻ പോവുകയാണ്. ഡി എക്സ് കാണണമെങ്കിൽ എക്സിൽ നിന്ന് എ മൈനസ് ചെയ്യണം. ഓരോ എക്സിൽ നിന്നും ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യണം. ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് 35 ആണ്. അതിൽ നിന്ന് -45, അപ്പൊ -10. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് പറഞ്ഞിരിക്കുന്ന എക്സ് 40 ആണ്. അതിൽ നിന്ന് അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യുന്നു. 40 - 45 -5. അടുത്തത് അസ്യൂംഡ് 45 ആണ് നമ്പർ. അതിൽ നിന്ന് അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അടുത്ത 50 ആണ്. 50ൽ നിന്ന് 45 കുറയ്ക്കുമ്പോൾ 5 ലഭിക്കുന്നു. അടുത്ത 55 ആണ് എക്സ്. അതിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ 10 ലഭിക്കുന്നു. ഇനിയും നെഗറ്റീവായ സംഖ്യകളുടെ ടോട്ടൽ എടുക്കുന്നു, അത് 15 എന്ന് വരും. പോസിറ്റീവായ സംഖ്യകളുടെ ടോട്ടൽ എടുത്തും അതും 15 എന്ന് വന്നു. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണണം. വ്യത്യാസം കാണുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അത് 0 ആയി പോയി. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 0 ആയി മാറ്റപ്പെട്ടു. അരിത്തമെറ്റിക് മീനിന്റെ ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. അസ്യൂംഡ് മീൻ ഇവിടെ 45 ആണ്. അതുകൊണ്ട് എ 45. 45ന്റെ സ്ഥാനത്ത് എഴുതി, കണ്ടോ, എ 45 എ ഡബ്ല്യൂസിൽ എഴുതി. ഇവിടെ സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് 0 ആയി പോയി. ഡി എക്സിന്റെ ടോട്ടൽ 0 ആണ്. അതുകൊണ്ട് 0/n എന്ന് പറയുന്ന നമ്പർ എത്ര, 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്, ഡിവൈഡ് ബൈ 5. അപ്പൊ 0/5 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് 45 + 0 എന്നത് 45 എന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അരിത്തമെറ്റിക് മീൻ 45 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അസ്യൂംഡ് മീൻ മെത്തേഡ് തന്നെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഒരെണ്ണം കൂടെ ചെയ്യാൻ പോവുകയാണ്. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു a + sigma dx divided by n. The following table gives the daily income of 10 workers in a factory. Find out the arithmetic mean by using assumed mean or shortcut method. 10 വർക്കേഴ്സിന്റെ അവരുടെ ഒരു ദിവസത്തെ കൂലിയാണ് തന്നിരിക്കുന്നത്. വർക്കേഴ്സ് എ മുതൽ ജെ വരെ വരുന്ന വർക്കേഴ്സ് ആണ്. അവരുടെ ഡെയിലി വേജസ് ആണ് 140, 150, 150, 200, 220, 250, 260, 300, 350, 450 എന്നിവയാണ്. ഇതെങ്ങനെ ചെയ്യുന്നു നമുക്ക് ആ 3 കോളങ്ങൾ. ഒന്ന് വർക്കേഴ്സ്, 2 ഡെയിലി വേജസ്, അതിനെ എക്സ് എന്ന് വിളിക്കും, മൂന്നാമത്തെ ഡി എക്സ് കോളം. അങ്ങനെ 3 എണ്ണം. അപ്പോൾ വർക്കേഴ്സിന്റെ പേരുകൾ താഴേക്ക് എഴുതുന്നു. അതിനുശേഷം ഡെയിലി വേജസ് എക്സ് എന്നുള്ളത് ആണ്, ഈ ഡെയിലി വേജ് എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം, 140, 150, 150 എന്നിങ്ങനെ വരുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് 220 ആണ്. 220 ആണ്. 220. അപ്പം 220ൽ നിന്ന് ഓരോ എക്സിൽ നിന്നും 220 മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ 140 എന്ന് നമ്മൾ കണ്ടു. 140ൽ നിന്ന് 220 മൈനസ് ചെയ്തു. അപ്പോൾ ഉത്തരം 80 എന്ന് ലഭിച്ചു. രണ്ടാമത്തത് 150 ആണ്. 150ൽ നിന്ന് 220 മൈനസ് ചെയ്തു. അപ്പോൾ 70 എന്ന് ലഭിച്ചു. മൂന്നാമത്തത് 180 ആണ്. ഇവിടെ 180 ആണ്. 180ൽ നിന്ന് 220 കുറച്ചപ്പോൾ 40 എന്ന് കിട്ടി. ഇവിടെ 200 ആണ്. 200ൽ നിന്ന് 220 കുറച്ചപ്പോൾ -20 എന്ന് കിട്ടി. ഇവിടെ 220ൽ നിന്ന് 220 കുറച്ചപ്പോൾ 0 ആയിപ്പോയി. 250 - 220 30, 260 - 220 40, 300 - 220 80, 350 - 220 130, 450 - 220 പോസിറ്റീവ് നെഗറ്റീവ് നമ്പറെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ കൂട്ടിയപ്പോൾ 210 നെഗറ്റീവ് കിട്ടി. നെഗറ്റീവ് 210 കിട്ടി. പോസിറ്റീവ് നമ്പർ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ പോസിറ്റീവ് 510 കിട്ടി. ഇവ തമ്മിലുള്ള വ്യത്യാസം നെഗറ്റീവും പോസിറ്റീവ് വ്യത്യസ്തമായ ചിഹ്നങ്ങളായതിനാൽ 2 വ്യത്യസ്തമായ ചിഹ്നമുള്ള സൈനുള്ള സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ വ്യത്യാസം കണ്ട് വലുതിന്റെ ചിഹ്നം ചേർക്കുക. 510ഉം 210ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 300 ആണ്.
വലുത് സംഖ്യ 510 ആണ്. അതുകൊണ്ട് വലിയ സംഖ്യയുടെ ചിഹ്നമായ പ്ലസ് ആണ് 300-ന് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇക്വേഷനിലേക്ക് അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. എ എന്ന് പറയുന്നത് 220 ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചു 300 ആണ്. 300 ഡിവൈഡ് ബൈ 10 പേരുടെയാണ് ഡിവൈഡ് ബൈ 10. അപ്പോൾ 300 പ്ലസ് 300 ബൈ 10 എന്നുള്ളത് 30 ആണ് കിട്ടിയത്. അപ്പോൾ 220-ൻ്റെ കൂടെ 30 കൂടെ ആഡ് ചെയ്ത് 250 നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി എന്നാണ്. സിഗ്മ ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ എന്നാണ്. ദ ഫോളോയിങ് ഇസ് ടേബിൾ ഗിവൺ ബിലോ 10 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ 10 ജോലിക്കാരുടെ വരുമാനമാണ് തന്നിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ABCD മുതൽ ജെ വരെ 10 വർക്കേഴ്സ്. ഡെയിലി വേസ് 140 മുതൽ 480 വരെയുള്ള വർക്കേഴ്സിൻ്റെ കൂലിയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ വർക്കേഴ്സ് ഡെയിലി വേജസ്, അതായത് എക്സ് എന്ന് പറയുന്ന സംഖ്യ, പിന്നെ ഡി എക്സ്, പിന്നെ ഡി എക്സ് ഡാഷ്. ഇതെങ്ങനെയാണ് കാണുന്നത്? ഡി എക്സ് ഡാഷ് കാണുന്നത് ഈ കിട്ടുന്ന ഡി എക്സിനെ ഇതിലെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനകത്തൊരു കോമൺ നമ്പറായിട്ട് 10-നെ നമുക്ക് എടുക്കാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി എക്സ് ഡാഷ് കിട്ടും. ഡി എക്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി എക്സ് ഡാഷ് നമുക്ക് ലഭിക്കും. അപ്പോൾ വർക്കേഴ്സിൻ്റെ കൂലിയെല്ലാം എഴുതി അതിൽ നിന്ന് എക്സിൽ നിന്ന് കണ്ടോ, ഓരോ എക്സിൽ നിന്നും എ മൈനസ് ചെയ്യുമ്പോൾ 80, 70, 40, 20, 30, 40, 80, 130, 23 എന്ന് കിട്ടും. ഇത്രയും സംഖ്യ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഡി എക്സ് ഡാഷ് കാണണം. ഡി എക്സ് ഡാഷ് കാണുന്ന കുറേ കൂടെ സിമ്പിൾ ആക്കുന്നതിന് വേണ്ടിയാണ്, വർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അതിനകത്തുനിന്ന് കോമൺ നമ്പർ എടുത്ത് 10-നെ കോമൺ ആയിട്ട് എടുത്തിട്ട് ഈ ഓരോ സംഖ്യയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡി എക്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8, -8, -7, -4, -2, 0, +3, +4, +8, +13, +23 എന്ന് നമുക്ക് ലഭിച്ചു. അതിനുശേഷം ഈ പോസിറ്റീവ് നമ്പറുകളും നെഗറ്റീവ് നമ്പറുകളും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് കണ്ടോ, നെഗറ്റീവ് നമ്പറുകളുടെ ടോട്ടലും പോസിറ്റീവ് നമ്പറുകളുടെ ടോട്ടലും തമ്മിലുള്ള വ്യത്യാസം 30 ആണ്. അതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ കാണാം. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ. എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. സി മീൻസ് കോമൺ ഫാക്ടറായിട്ട് എടുത്തിരിക്കുന്ന 10. അപ്പോൾ ചെയ്യുന്നത് അസ്യൂംഡ് മീൻ 220 ആണ്. ഡി എക്സ് എന്ന് പറയുന്ന 30 ഉണ്ടോ, ഡി എക്സ് ഡാഷ് എന്ന് പറയുന്ന 30 കിട്ടിയത്. എൻ എന്ന് പറയുന്ന 10 ആണ്. ഇവിടെ കോമൺ നമ്പറായിട്ട് നമ്മൾ ഇതിനെ എടുക്കുന്നത്. സി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 10 ആണ്. 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്താൽ 10 ആണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 30 ഡിവൈഡ് ബൈ 10 3, 0 വെട്ടിക്കളഞ്ഞ് 3 കിട്ടി. 3 × 10 30. അപ്പം ഇവിടെ ആൻസർ 30 എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ 10ഉം ഈ 10ഉം വെട്ടിക്കളയുന്നു, പോയിട്ട് മിച്ചം 30. അപ്പോൾ 220 + 30 250. താങ്ക് യു. എല്ലാവരും തുടർന്നുള്ള വീഡിയോയും ശ്രദ്ധിക്കുക. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും എഴുതുന്നതിനായിട്ട് സഹായകമാകും. ഓക്കെ, താങ്ക് യു.